ഡിഗ്രി ലെവൽ പ്രിലിംസ് LDC LGS മെയിൻസ് എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും PSC മെയിൻസിലേക്ക് സ്വാഗതം. 8th സ്റ്റാൻഡേർഡ് SCERT ഇംഗ്ലീഷ് മീഡിയം ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ ടോപ്പിക് ബേസിക്സ് ഓഫ് എർത്ത്. എർത്ത്സ് ഇന്റീരിയർ, ഇന്നർമോസ്റ്റ് പാർട്ട് കോർ, സെക്കൻഡ് ലെയർ മാന്റിൽ, outermost shell crust. Facts about earth. The temperature at the center of the earth is about 5000 degrees Celsius. Iron melts at 1538 degrees Celsius. Crust. The comparatively thin outer shell of the earth, approximately 40 km thick. Two parts, continental crust, oceanic crust. As silica and alumina are the chief contents, the continental crust is also known as Sial. As silica and magnesium are the chief contents, the oceanic crust is also known as Sima. Earth in the center of the temperature. Previous year question ആണ് 5000 degrees Celsius. Iron melt ചെയ്യുന്നത് 1538 degrees Celsius. Interior part crust. Outer shell of the earth ആണ് 40 km thick. Two parts, continental crust, oceanic crust. Continental crustന്റെ chief contents എന്തൊക്കെയാണ്? സിലിക്ക, അലൂമിന. അതുകൊണ്ട് അതിനെ സിയാൽ എന്നും പറയുന്നു. ഓഷ്യാനിക് ക്രസ്റ്റിന്റെ ചീഫ് കണ്ടന്റ്സ് സിലിക്ക ആൻഡ് മെഗ്നീഷ്യം, അതുകൊണ്ട് അതിനെ സിമ എന്നും പറയുന്നു. മാന്റിൽ, located below the crust, extends up to 2900 km from the crust. Two parts, upper mantle, lower mantle. The upper mantle, made up of silicon compounds, is in a solid state. The lower mantle, located below the upper mantle, is in a semi-liquid state. ക്രസ്റ്റിന് താഴെയുള്ള ലെയർ ആണ് മാന്റിൽ. ടു പാർട്സ് ഉണ്ട്, അപ്പർ മാന്റിൽ, ലോവർ മാന്റിൽ. അപ്പർ മാന്റിൽ സിലിക്കൺ കോമ്പൗണ്ട്സ് ഉള്ളത് കൊണ്ട് തന്നെ സോളിഡ് സ്റ്റേറ്റിലാണ്. ലോവർ മാന്റിൽ സെമി ലിക്വിഡ് സ്റ്റേറ്റിലാണ്. കോർ, സെൻട്രൽ പാർട്ട് ഓഫ് ദ എർത്ത്. From 2900 km to 6371 km. Two parts, outer core, inner core. The materials in the outer core are in a molten state. Due to the high pressure prevailing at the center, the inner core is in a solid state, mainly made up of the minerals nickel and iron. It is also known as Nife. Central part of the earth, core ആണ്. രണ്ട് പാർട്സ്, ഔട്ടർ കോർ മോൾട്ടൻ സ്റ്റേറ്റിലാണ്, ഇന്നർ കോർ ഹൈ പ്രഷർ ഉള്ളത് കൊണ്ട് തന്നെ സോളിഡ് സ്റ്റേറ്റിലാണ്. നിഫെ ലെയർ ഏതാണ്? കോറാണ്. അവിടുത്തെ മിനറൽസ് ഏതൊക്കെയാണ്? നിക്കൽ ആൻഡ് അയൺ. The crust and the upper part of the mantle together are known as lithosphere. The part beneath the lithosphere, where the materials exist in a partially molten state, is known as asthenosphere. This is the source of the molten rock material lava that comes out during volcanic eruptions. The lithosphere acquires its name from the material with which it is made. Lithos means rock. ക്രസ്റ്റും അപ്പർ പാർട്ട് ഓഫ് ദ മാന്റിലും ചേർന്നാണ് ലിത്തോസ്ഫിയറിന്റെ പാർട്ട് ഫോം ചെയ്തിരിക്കുന്നത്. ലിത്തോസ്ഫിയറിന്റെ താഴെ നമുക്ക് പാർഷ്യലി മോൾട്ടൻ സ്റ്റേറ്റ് രൂപത്തിൽ കാണാവുന്നതാണ് അസ്തനോസ്ഫിയർ. ഈ അസ്തനോസ്ഫിയർ ആണ് ലാവ പുറപ്പെടുന്നതിന്റെ സോഴ്സ്. വോൾക്കാനിക് ഇറപ്ഷൻസ് കാരണം മോൾട്ടൻ റോക്ക് അഥവാ ലാവ പൊട്ടിപ്പുറപ്പെടുന്ന സോഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ അസ്തനോസ്ഫിയർ ആണ്. ലിത്തോസ്ഫിയറിന്റെ പേര് അത് ഉണ്ടാക്കിയ മെറ്റീരിയലിൽ നിന്നാണ് അത് അക്വയർ ചെയ്തിരിക്കുന്നത്. ലിത്തോസ് എന്ന് പറഞ്ഞാൽ റോക്ക് എന്നാണ് അർത്ഥം. ഡിഫറെന്റ് റോക്ക് ടൈപ്സ് ആണ് ഇനി പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യത്തെ റോക്ക് ഇഗ്നിയസ് റോക്സ്. ഇഗ്നിയസ് റോക്സ് ആർ ഫോംഡ് ബൈ ദ മോൾട്ടൻ റോക്ക് മെറ്റീരിയൽ റൈസിംഗ് ത്രൂ ദ ഫിഷേഴ്സ് ഇൻ ദ ക്രസ്റ്റ് ആൻഡ് സോളിഡിഫൈയിങ് എയ്തർ ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് ഓർ വിത്തിൻ ദ ക്രസ്റ്റ് ഇറ്റ് സെൽഫ്. എക്സാമ്പിൾ ഗ്രാനൈറ്റ്, ബസാൾട്ട്. ആസ് ഓൾ അതർ റോക്ക് ടൈപ്സ് ആർ ഫോംഡ് ഫ്രം ദ ഇഗ്നിയസ് റോക്സ്, ദേ ആർ കോൾഡ് പ്രൈമറി റോക്സ്. ഇഗ്നിയസ് റോക്സ് മോൾട്ടൻ റോക്ക് മെറ്റീരിയലിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അത് സോളിഡിഫൈ ചെയ്യുന്നു. എർത്തിന്റെ സർഫസിൽ നിന്നോ അല്ലെങ്കിൽ ക്രസ്റ്റിൽ വെച്ച് തന്നെയാണ് ഇത് സോളിഡിഫൈ ചെയ്ത് ഇഗ്നിയസ് റോക്സ് ആയിട്ട് മാറുന്നത്. മോൾട്ടൺ റോക്ക് സോളിഡിഫൈ ചെയ്യുന്നു, എന്നിട്ട് ഇഗ്നിയസ് റോക്സ് ആയിട്ട് മാറുന്നു. ഗ്രാനൈറ്റും ബസാൾട്ടുമാണ് എക്സാമ്പിൾ. ഇതിനെ പ്രൈമറി റോക്സ് എന്നും പറയുന്നു. സെഡിമെന്ററി റോക്സ്. Rocks undergo weathering in course of time. The debris of form will be deposited in the low regions as layers. These materials gradually get lithified and transformed into sedimentary rocks. Example, sandstone, limestone. As the sedimentary rocks are formed in layers, they are also known as stratified rocks. വെതറിങ്ങിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന റോക്സ് സെഡിമെന്ററി റോക്സ്. ലേയേഴ്സ് ആയിട്ടാണ് ഇത് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ സ്ട്രാറ്റിഫൈഡ് റോക്സ് എന്നും പറയുന്നു. എക്സാമ്പിൾ, സാൻഡ്സ്റ്റോൺ, ലൈംസ്റ്റോൺ. മെറ്റാമോർഫിക് റോക്സ് തേർഡ് ടൈപ്പ് ഓഫ് റോക്ക് ആണ്. വെൻ റോക്സ് അണ്ടർഗോ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് ഡ്യൂ ടു ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, മെറ്റാമോർഫിക് റോക്സ് ആർ ഫോംഡ്. എക്സാമ്പിൾ, മാർബിൾ, സ്ലേറ്റ്. മെറ്റാമോർഫിക് റോക്സ് ആർ പ്രോമിനന്റ് ഇൻ കേരള. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ്
അതായത് ഹൈ ടെമ്പറേച്ചറും പ്രഷറും കാരണം ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് റോക്സിനുണ്ടാവുന്നു. അങ്ങനെ ഫോം ചെയ്യുന്ന റോക്സ് ആണ് മെറ്റാമോർഫിക് റോക്സ്. മാർബിളും സ്ലേറ്റും അതിന് ഉദാഹരണങ്ങളാണ്. കേരളത്തിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത് മെറ്റാമോർഫിക് റോക്സ് ആണ്. Weathering. Rocks undergo various changes with time. Such disintegration or decomposition of rocks is known as weathering. As a result, the physical and chemical composition of rocks change. Sedimentary rocks മെൻഷൻ ചെയ്തപ്പോൾ വെതറിങ്ങിനെ പറ്റി പറഞ്ഞതാണ്. ഫിസിക്കൽ കെമിക്കൽ കമ്പോസിഷൻ ഓഫ് റോക്സ് ചേഞ്ച് ചെയ്യുന്നു. അതായത് ഡീകമ്പോസിഷൻ ഓഫ് റോക്സ് ആണ് വെതറിങ്. ഫിസിക്കൽ ഓർ മെക്കാനിക്കൽ വെതറിങ്. The expansion contraction of minerals due to the variations in temperature results in weathering. Disintegration also occurs due to the freezing of water in the fissures of rocks. ടെമ്പറേച്ചർ വേരിയേഷൻസ് കാരണം മിനറൽസ് എക്സ്പാൻഡ് ചെയ്യുകയും കോൺട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇത് വെതറിങ്ങിന് കാരണമാകുന്നു. ഇതിനെയാണ് ഫിസിക്കൽ ഓർ മെക്കാനിക്കൽ വെതറിംഗ് എന്ന് പറയുന്നത്. കെമിക്കൽ വെതറിംഗ്. Oxygen, carbon dioxide, water, etc. react with the minerals and result in the chemical decomposition of rocks. കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, വാട്ടർ എന്നിവ മിനറൽസുമായി റിയാക്ട് ചെയ്ത് കെമിക്കൽ ഡീകമ്പോസിഷൻ ഓഫ് റോക്സ് ഉണ്ടാവുന്നു. ഇതിനെയാണ് കെമിക്കൽ വെതറിംഗ് എന്ന് പറയുന്നത്. ബയോളജിക്കൽ വെതറിംഗ്. The plant roots penetrating into the fissures in rocks, burrowing of animals and the decomposition of plant and animal remains lead to weathering. Apart from these, human activities such as mining and quarrying also lead to weathering. ബയോളജിക്കൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം പ്ലാന്റ്സും ആനിമൽസും ഇവയുടെ ഡീകമ്പോസിഷൻ ബയോളജിക്കൽ വെതറിങ്ങിന് കാരണമാകുന്നു. ഹ്യൂമൻ ആക്ടിവിറ്റീസ് ലൈക്ക് മൈനിങ്, ക്വാറിങ് ഇതും വെതറിങ്ങിന് കാരണമാണ്. Important facts. The remains of ancient plants and animals found in sedimentary rocks are called fossils. We make use of these fossils to understand the Earth's prehistory and to estimate the age of rocks. Coal, petroleum, natural gas, etc. have been evolved from the remains of ancient organisms. Hence, these are also called fossil fuels. സോ ഫോസിലുകൾ എന്താണ്? സെഡിമെന്ററി റോക്സിൽ കാലാകാലങ്ങളോളം കിടക്കുന്ന പ്ലാന്റ്സും ആനിമൽസും അതിൻ്റെയൊക്കെ റിമെയിൻസ് ആണ് ഈ ഫോസിലുകൾ എന്ന് പറയുന്നത്. അവ നമുക്ക് എർത്തിന്റെ പ്രീ ഹിസ്റ്ററിയും അതുപോലെ റോക്സിന്റെ ഏജ് ഡിറ്റർമൈൻ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നു. ഫോസിൽ ഫ്യൂലുകൾ ഏതെല്ലാമാണ്? കോൾ, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്. സോയിൽ. Pedology is the branch of science that deals with soil. The scientists associated with this branch are called pedologists. The United Nations Organization observes the 50th of December as the World Soil Day for creating awareness among the people about the importance of soil. International Year of Soils 2015. 3 പോയിന്റ്സ് ആണ്. പെഡോളജി ആണ് സോയിലിനെ കുറിച്ചുള്ള പഠനം. അത് പഠിക്കുന്ന സയന്റിസ്റ്റിനെ പറയുന്നത് പെഡോളജിസ്റ്റ് എന്നാണ്. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ 50th of December ആണ് വേൾഡ് സോയിൽ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇന്റർനാഷണൽ ഇയേഴ്സ് ഓഫ് സോയിൽസ് എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന വർഷം 2015 ആണ്. റോക്ക് സൈക്കിൾ ആണ് നമ്മൾ ഇനി പരിചയപ്പെടുന്നത്. 3 ടൈപ്സ് ഓഫ് റോക്സ് നമ്മൾ ഫെമിലിയർ ആണ്. ഈ 3 ടൈപ്സ് ഓഫ് റോക്സും ഒരു സൈക്ലിക്കൽ പ്രോസസ്സിലൂടെ പോകുന്നുണ്ട്. ഇഗ്നിയസ് റോക്സ് ലെയേഴ്സ് ആയിട്ട് ലിഥിഫൈ ചെയ്താണ് സെഡിമെന്ററി റോക്സ് ആയിട്ട് മാറുന്നത്. സെഡിമെന്ററി റോക്സ് മെൽറ്റ് ചെയ്ത് സോളിഡിഫൈ ചെയ്താണ് ഇഗ്നിയസ് റോക്സ് ആയിട്ട് മാറുന്നത്. അതുപോലെ മെറ്റാമോർഫിക് റോക്സ് മെൽറ്റ് ചെയ്ത് സോളിഡിഫൈ ചെയ്ത് ഇഗ്നിയസ് റോക്സ് ആയിട്ടും, ഇഗ്നിയസ് റോക്സ് ഹൈ പ്രഷറും ടെമ്പറേച്ചറും കാരണം പിന്നീട് മെറ്റാമോർഫിക് റോക്കായിട്ടും മാറുന്നു. സെഡിമെന്ററി റോക്ക് ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ കാരണം മെറ്റാമോർഫിക് റോക്കായിട്ട് മാറുന്നു. മെറ്റാമോർഫിക് റോക്ക് വെതറിങ്ങിന്റെ ഭാഗമായിട്ട് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്ത് സെഡിമെന്ററി റോക്കായും മാറുന്നു. സോ ഇവ തമ്മിലുള്ള ഈ ഒരു സൈക്ലിക്കൽ പ്രോസസ് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യുക. ലെറ്റ്സ് റീകോൾ. എർത്ത് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 3 ലെയേഴ്സ്: ക്രസ്റ്റ്, മാൻഡിൽ, കോർ. ക്രസ്റ്റ് ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ല്, മാൻഡിൽ ക്രസ്റ്റിന് താഴെയുള്ള ലെയർ, ഏറ്റവും ഇന്നർമോസ്റ്റ് അല്ലെങ്കിൽ സെൻട്രൽ പാർട്ട് ഓഫ് ദ എർത്ത് എന്ന് പറയുന്നത് കോറാണ്. ക്രസ്റ്റ് 2 പാർട്ടാണ്, സിയാലും സിമയും. സിയാൽ എന്ന് പറയുന്നത് കോണ്ടിനെന്റൽ ക്രസ്റ്റും സിമ ഓഷ്യാനിക് ക്രസ്റ്റും. മാൻഡില 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്: അപ്പർ മാൻഡിൽ, ലോവർ മാൻഡിൽ. കോറ് ഇന്നർ കോറും ഔട്ടർ കോറും. നിഫെ ലെയർ എന്നറിയപ്പെടുന്നത് കോറാണ്. സിയാലും സിമയും അതുപോലെ അപ്പർ മാൻഡിലും ക്രസ്റ്റും അപ്പർ മാൻഡിലും ചേർന്നാണ് ലിത്തോസ്ഫിയർ ഫോം ചെയ്യുന്നത്. ലിത്തോസ്ഫിയറിൽ 3 ടൈപ്സ് ഓഫ് റോക്സ് നമുക്ക് കാണാം: ഇഗ്നിയസ്, സെഡിമെന്ററി, മെറ്റാമോർഫിക് റോക്സ്. ഈ 3 ടൈപ്പ് ഓഫ് റോക്സും വെതറിങ്ങിന്റെ ഭാഗമായിട്ട് ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ ചേഞ്ചസ് വരുന്നു. അതിനുശേഷം അവ സോയിലായിട്ട് ഫോം ചെയ്യുന്നു. കുറെ നാളുകൾക്ക് ശേഷം
അല്ലെങ്കിൽ കാലങ്ങൾ കഴിയുന്നതനുസരിച്ച് സോയിലിന് ഡിപ്ലീഷൻ സംഭവിക്കുന്നു. സോയിൽ ഡിപ്ലീഷൻ ക്രൂഷ്യലായിട്ട് വരുമ്പോൾ സോയിൽ കൺസർവേഷന് ഇമ്പോർട്ടൻസ് വരുന്നു. എർത്തിന്റെ ഇന്റീരിയർ, റോക്ക് ടൈപ്സ്, റോക്കിന്റെ സൈക്കിള്, സോയില്, വെതറിംഗ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്ത് പോയത്. നോട്ട് ചെയ്ത് വെക്കുക. ഫ്യൂച്ചറിൽ നമുക്ക് ഏതൊരു എക്സാമിനും ഇത് ഉപകരിക്കും. അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ ലിസ്ണിംഗ്.